കണ്ണൂർ സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിന്റെ പ്രവൃത്തിയുടൻ അടുത്ത മാസത്തോടെ ടെൻഡർ നടപടി പൂർത്തിയാകും. ഭൂമി ഏറ്റെടുക്കൽ ആവശ്യമില്ലാത്തതാണ് ഒന്നാം ഘട്ടമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ പൊതുജനങ്ങളുടെ സഹായം അനിവാര്യമാണ്. പദ്ധതികൾ വൈകാൻ കാരണം ആളുകൾ കോടതിയെ സമീപിക്കുന്നതാണെന്നും മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി നടപ്പായാൽ കണ്ണൂരിന്റെ മുഖച്ഛായ തന്നെ മാറുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. 748 കോടിയുടെ പദ്ധതിയാണിത്. ഇപ്പോൾ അനുഭവിക്കുന്ന ഗതാഗതക്കുരുക്ക് പൂർണ്ണമായും ഒഴിവാക്കാനും ഈ പദ്ധതി വഴി കഴിയും. എന്നാൽ പദ്ധതി നിയമക്കുരുക്കിൽപ്പെട്ട് കിടക്കുകയാണ്. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി ഫണ്ട് പാസാക്കിയെങ്കിലും സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പരാതികൾ വന്നു. പലരും കോടതിയിൽ പോയി. തെക്കി ബസാർ ഫ്ലൈ ഓവർ അടക്കം എല്ലാ പദ്ധതികളും ഇത്തരത്തിൽ നിയമക്കുരുക്കിലാണ്. വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ പൊതുസമൂഹത്തിന്റെ കൂടി പിന്തുണ അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ വളരെ അത്യന്താധുനികമായ സൗകര്യങ്ങൾ, 11 റോഡുകൾ, നാട്ടപ്പാതി, എപ്പോഴും പോയാലും രാത്രികാലം വൈദ്യുതി ഒരു കാലാവസ്ഥയും നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്ന ആധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടെ നഗരത്തിൽ ഒരു കുട്ടികൾക്കോ സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ നടന്നു പോകാനോ ഒക്കെ പറ്റുന്നൊരു സൗകര്യത്തോട്ടുള്ള ഒരു പുതിയ പദ്ധതിയാണ് ഇത് പ്രഖ്യാപിച്ചു. എന്താണെന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങളിലും ഉണ്ടാകുന്ന ഒരു ബഹുജന സമീപനം കുറച്ചുകൂടി ഉദാരമായിട്ട് ഉണ്ടാകണമെന്നാണ് പറയേണ്ടത്. കാൽട്രിക് ജംഗ്ഷനിൽ ഫ്ലൈ ഓവർ 138 കോടി രൂപയാണ് ബജറ്റ് നീക്കിവെച്ച സംഖ്യയാണ്. മേലെ ചൊവ്വ 38 കോടി രൂപയാണ്. ഈ രണ്ട് സ്ഥലത്തും കൂടി ചേർന്നിട്ട് ബഹുമാനപ്പെട്ട ജനങ്ങൾ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തത് ഏതാണ്ട് 22 കേസ് വരും. 19 കേസ് 3 ഹൈക്കോടതിയിലെ കേസ് നിസ്സാരവൽക്കരിച്ച് കാണാൻ പറ്റില്ല. ആ കേസൊക്കെ നടത്തുന്നതിൻ്റെ കാശുണ്ടെങ്കിൽ 4 റോഡ് ബാക്കിലോട്ട്. പക്ഷെ അതുകൊണ്ട് നമുക്ക് ബഹുജനങ്ങൾ കൂടി സഹകരിച്ചാൽ നമുക്കിതെല്ലാം വേഗതയിൽ നടപ്പിലാക്കാൻ കഴിയുമെന്നതിൻ്റെ ഒരു അനുഭവ സാക്ഷ്യമുണ്ട്. വികസനത്തിന് തുരങ്കം വെക്കുന്നത് രാഷ്ട്രീയ കാരണങ്ങളാലാണോ എന്ന ചോദ്യത്തിന് അത് മാധ്യമങ്ങൾ തന്നെ കണ്ടെത്തൂ എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിന്റെ ടെൻഡർ അടുത്ത മാസം നടക്കുമെന്നും മന്ത്രി പറഞ്ഞു. മുനീശ്വരൻ കോവിൽ ജംഗ്ഷൻ തുടങ്ങി ഓഫീസേഴ്സ് ക്ലബ്ബ് ജംഗ്ഷൻ, പോലീസ് ക്ലബ്ബ്, ആശീർവാദ് ജംഗ്ഷൻ, പ്ലാസ ജംഗ്ഷൻ വഴി മുനീശ്വരൻ കോവിൽ ജംഗ്ഷനിൽ അവസാനിക്കുന്ന ഇന്നർ റിംഗ് റോഡ് ഉൾപ്പെടെയുള്ള 3.1 കിലോമീറ്റർ റോഡും, ഓഫീസേഴ്സ് ക്ലബ്ബ് ജംഗ്ഷൻ തുടങ്ങി സിവിൽ സ്റ്റേഷൻ റോഡിൽ അവസാനിക്കുന്ന 0.99 കിലോമീറ്റർ റോഡും, SPCI ജംഗ്ഷനിൽ തുടങ്ങി AKG ആശുപത്രി ജംഗ്ഷനിൽ അവസാനിക്കുന്ന 0.96 കിലോമീറ്റർ റോഡുകളുമാണ് ഒന്നാം ഘട്ടത്തിൽ ഉള്ളത്. ഈ ഘട്ടത്തിന് സ്ഥലമെടുപ്പ് ആവശ്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. ഒന്നാം ഘട്ട റോഡുകൾ ഇന്നർ റിംഗ് റോഡ്, മുനീശ്വരൻ കോവിൽ, ഓഫീസേഴ്സ് ക്ലബ്ബ്, പോലീസ് ജംഗ്ഷൻ, പ്ലാസ, മുനീശ്വരൻ കോവിൽ 3.1 കിലോമീറ്ററാണ്. പട്ടാളം റോഡ്, ഓഫീസേഴ്സ് ക്ലബ്ബ്, SPCI ജംഗ്ഷൻ, മഹാത്മാ മന്ദിരം, പോലീസ് ക്ലബ്ബ് 0.99 കിലോമീറ്റർ. ജയിൽ റോഡ്, SPCI ജംഗ്ഷൻ, AKG ജംഗ്ഷൻ, അത് 0.96 കിലോമീറ്റർ. ആകെ 5.05 കിലോമീറ്റർ റോഡ്. അത് ഒരു മാസം കൊണ്ട് ടെൻഡർ നടപടിയിലേക്ക് നീങ്ങുമെന്നാണ് ഇന്നത്തെ നമ്മുടെ ഒരു ആലോചനാ യോഗത്തിൽ വ്യക്തമാക്കാൻ കഴിയുന്നത്. അർഹമായ നഷ്ടപരിഹാരം എല്ലാവർക്കും ഉറപ്പുവരുത്തും. ഇതിനുള്ള തുകയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാലതാമസം ഇല്ലാതെ നഷ്ടപരിഹാരം ഉറപ്പാക്കാനാണ് ഇങ്ങനെ ചെയ്തതെന്നും മന്ത്രി വ്യക്തമാക്കി. കണ്ണൂർ, അഴീക്കോട് മണ്ഡലങ്ങളിലെ റോഡുകൾ ഈ പദ്ധതിയുടെ ഭാഗമാണ്. പുതിയ തെരുവിൽ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റണം. നിർദ്ദിഷ്ട പദ്ധതി നടപ്പാക്കാതെ പുതിയ തെരുവിലെ കുരുക്ക് അഴിക്കാനാവില്ലെന്ന് KV സുമേഷ് MLAയും പറഞ്ഞു. ഇന്ദുവാണ് മയിൽ ഭാഗത്തേക്ക് പോകുന്നതും തളിപ്പറമ്പിലേക്ക് വരുന്ന വാഹനം നമ്മൾ ക്രോസ് ചെയ്യുന്നത്. അവിടെ വീതി കൂടാതെ ഒരു ലൈൻ തളിപ്പറമ്പിലേക്ക് ഫ്രീ ആയിട്ട് പോകാനില്ലെങ്കിൽ എന്തവിടെ ചെയ്തിട്ടും കാര്യമില്ല. ട്രാഫിക് സിഗ്നൽ വന്നാൽ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകാമെന്നാണ് അവരുടെ അഭിപ്രായം. വിശ്വസമുദ്രക്കാർ ഓവർലേ ചെയ്യണം. ഡിസംബർ 15 ശേഷം ചെയ്യുന്നതാണ് അവർ പറഞ്ഞത്. താഴോട്ട് ബസ് സ്റ്റോപ്പ് ഇത് ഓവർലേ ചെയ്തതിന് ശേഷം അത് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ്. നല്ല ചെറിയ ഇതാവും. ഈ ക്രോസിംഗ് ഉണ്ടല്ലോ, നിങ്ങളെ മയിൽ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളും തിരിച്ച് അങ്ങോട്ട് ഇറങ്ങുന്നതും തമ്മിലുള്ള അതാണ് ആ ബ്ലോക്കിന്റെ തുടക്കം. 2ഉം 3ഉം ഘട്ടത്തിന്റെ ടെൻഡർ നടപടികളും ഉടൻ തന്നെ പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും കേസുകൾ പെട്ടെന്ന് തീർപ്പാക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു.
ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.